അടുത്തത് രാജസ്ഥാനിലെ സ്ഥിതി എങ്ങനെയാണ്? രാജസ്ഥാൻ ഈ അടുത്ത കാലത്ത് ബി.ജെ.പി തിരിച്ചു പിടിച്ച ഒരു സംസ്ഥാനമാണ്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ശരിക്കും ഇലക്ഷൻ കഴിഞ്ഞിട്ട് നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ. ഒരു ഹണിമൂൺ പീരീഡിലാണ് നിൽക്കുന്നത് ബി.ജെ.പി. പക്ഷേ അവിടെ ഈസ്റ്റേൺ രാജസ്ഥാനിൽ, കിഴക്കൻ രാജസ്ഥാൻ, അതായത് ഹരിയാനയ്ക്കായിട്ട് ബോർഡർ പങ്കിടുന്ന ആ ഒരു മേഖലയിൽ കുറച്ച് സീറ്റുകളിൽ മത്സരം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ 25 ബി.ജെ.പി നേടിയിരുന്നു. 2014 25 ബി.ജെ.പി ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. ഒരു 4 സീറ്റിൽ ശരിക്കും ഒരു സ്ട്രോങ് ആയുള്ള ഒരു മത്സരം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. അത് വലിയ രീതിയിൽ രാജസ്ഥാനിൽ ബി.ജെ.പി വലിയൊരു തിരിച്ചടി നേരിടുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. ചെറിയൊരു മത്സരം പോലും തിരിച്ചടിയാണല്ലോ. അതാണ് ഇപ്പം. കാരണം നമ്മളൊരു ഒരു മത്സരം കൃത്യമായിട്ടൊരു ടഫ് ഫൈറ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അറ്റ്ലീസ്റ്റ് ആകെയുള്ള സീറ്റുകളിൽ ഒരു പകുതി സീറ്റുകളെങ്കിലും ഒരു മത്സരം കൊടുക്കാൻ പറ്റണ്ടേ? എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഹരിയാനയിൽ ഒരു 10 സീറ്റ് ഉണ്ടെങ്കിൽ അതിലൊരു 4 സീറ്റിൽ മത്സരം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 3 സീറ്റിൽ മത്സരം ഉണ്ടെങ്കിൽ മൊത്തം ഹരിയാന പോയി എന്നുള്ള രീതിയിലാണ് നെഗറ്റീവ് വരുന്നത്. രാജസ്ഥാനിലാണെങ്കിൽ 21 സീറ്റിൽ കാര്യമായിട്ട് ഒരു മത്സരം ഇല്ല. ബി.ജെ.പി ജയിക്കുന്നുള്ള ഏതാണ്ട് ഉറപ്പ് 20-21 സീറ്റുകൾ. ബാക്കി ഒരു 4 സീറ്റിൽ ശരിക്കും ടഫ് ഫൈറ്റാണ്, എന്തും സംഭവിക്കാം. അപ്പം രാജസ്ഥാനിൽ ബി.ജെ.പി വലിയ തിരിച്ചടി നേരിടുന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വന്നിരുന്നത്. അതിൽ ഒന്ന് ജലോർ എന്ന് പറഞ്ഞ മണ്ഡലമാണ്. ജലോർ മണ്ഡലം വൈഭവ് ഗെഹ്ലോട്ട്, അശോക് ഗെഹ്ലോട്ടിൻ്റെ മകനാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു ടഫ് ഫൈറ്റ് ഉണ്ട്. മാക്സിമം ഗെഹ്ലോട്ട് ശ്രമിക്കുന്നുണ്ട് മകനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നാഗോർ പോലെയുള്ള, ടോങ് പോലുള്ള ചില മണ്ഡലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഈ കിഴക്കൻ രാജസ്ഥാനിലുള്ള പ്രദേശങ്ങളാണ്. പൊതുവെ ഈ ജാട്ടുകൾ പല സംസ്ഥാനങ്ങളിൽ പല രീതിയിലാണ്. രാജസ്ഥാനിലെ ജാട്ടുകൾ ബി.ജെ.പിക്ക് ഒപ്പമാണ് ഇപ്പം നിലയുറപ്പിച്ചിരിക്കുന്നത്. പക്ഷേ രജപുത്രർക്കിടയിൽ ചെറിയ ഒരു നീരസമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ജാട്ട് രജപുത്ര നീരസം എങ്ങനെ മുതലാക്കാൻ പറ്റുമെന്നാണ് കോൺഗ്രസ് നോക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് എവിടെയൊക്കെ എന്തൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ അത് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അത് ഇലക്ഷൻ ആണെന്ന് പറയെങ്കിലും സിസ്റ്റം ആ രീതിയിലാണ് പോകുന്നത്. കാരണം ഇലക്ഷനിൽ ഒരു ലെവൽ വിട്ടുകൊണ്ട് തന്നെ എങ്ങനെ അവരെ കോൺസ്റ്റിറ്റ്യൂഷൻ, ബി.ജെ.പി വന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതാക്കും എന്നുള്ള രീതിയിലുള്ള കുപ്രചരണം അഴിച്ചുവിടുന്നു. അപ്പം പരമാവധി കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വലിയ രീതിയിൽ അതൊന്നും ഫലപ്രദമാകില്ല. 21-22 സീറ്റ് എങ്കിലും ബി.ജെ.പി ഉറപ്പിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. അതെ. അപ്പോൾ ഒരു 22 സീറ്റുകൾ ചിലപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കാതെ 25ലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. തള്ളിക്കളയാൻ മോദിയുടെ ഫാക്ടർ വളരെ സ്ട്രോങ് ആണ്. അതെ. എവിടെയും ഒരു ടൈറ്റ് ഫൈറ്റിൽ 1-2% ഈസി ആയിട്ട് തിരിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ് നരേന്ദ്രമോദി. അപ്പോൾ സ്വാഭാവികമായിട്ടും പറയാൻ കഴിയില്ല. അവസാനം ഈ പറയുന്ന ഫൈറ്റ് പോലും ഇല്ലാത്ത സാഹചര്യം വരെ കാര്യം 2019 അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ രാമക്ഷേത്രത്തിന്റെ ഒരു ഇത് കാരണം ജാട്ട് വിഭാഗക്കാർ പൊതുവെ അവര് പല രീതിയിലൊക്കെ ഉള്ള ഇതാണ്, അവർക്ക് ബിഹേവിയർ ഒക്കെയാണ്, പെട്ടെന്ന് വൈകാരികമായി പ്രതികരിക്കും. പക്ഷെ രാമക്ഷേത്രം എന്ന് പറയുമ്പോൾ അവരൊക്കെ അതിൽ വരുന്നതാണ്. അതെ. പഴയ ഒരു വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ ആനന്ദ് പട്വർധന്റെ, അതിനകത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ ജാതി ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഒരാൾ പറയുന്നുണ്ട് സബ്സെ പെഹ്ലെ ഹിന്ദു ഉസ്കെ ബാദ് ജാട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ആ വീഡിയോ ഈ കർഷകരെയോ അല്ലെങ്കിൽ രാമജന്മഭൂമി പ്രസ്ഥാനത്തെയും എതിർക്കാനായി എടുത്ത ഒരു വീഡിയോ ആണ്. പക്ഷെ ആ വീഡിയോ ഇന്നും ഒരു പക്ഷേ എല്ലാവർക്കും ഒരു ഇത് തരുന്ന, അല്ലെങ്കിൽ കാലഘട്ടത്തിൽ അതെ എനർജി കൃത്യമായിട്ടത് വിവരിക്കുന്ന ഒരു വീഡിയോ ആണ്. അതവിടുത്തെ കിടപ്പ്. രാജസ്ഥാൻ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ടാലി വീണ്ടും വർദ്ധിക്കുകയാണ്. 55-22 സീറ്റുകൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ 77ലേക്ക് എത്തിക്കഴിഞ്ഞു.